ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടുമുള്ള ഉഴുന്നുവട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു 2-3 മണിക്കൂർ കുതിർത്ത് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരൽപ്പം കരിവേപ്പില, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് കുരുമുളക്, ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ഉഴുന്ന് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിക്കുക. ഓവറായിട്ട് കട്ടിയായി പോയി കഴിഞ്ഞാൽ വട കട്ടിയായിരിക്കും. കൂടുതൽ വെള്ളം ആയിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണ ഒരുപാട് കുടിച്ച് അങ്ങനെയായിരിക്കും. അതുകൊണ്ട് ഒരു അത്യാവശ്യം കട്ടിയിൽ അരച്ചെടുക്കുക. ഇനി ഞാൻ ബാക്കി ചേരുവകളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നന്നായി ഇളക്കുക. ഒരു 5 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇളക്കുമ്പോൾ നമ്മുടെ മാവിലേക്ക് എയറൊക്കെ കയറി നല്ല സോഫ്റ്റ് ആവും മാവ്. ഇനി അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ക്രിസ്പി ആയി കിട്ടാനാണിത്. അതിനുശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് നമ്മൾ നന്നായി ഇളക്കണം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് മാവ് ഷേപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിനായി നമ്മുടെ കൈ നല്ലവണ്ണം വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം മാവെടുത്ത് നടുക്കൊരു ഹോളുണ്ടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. അല്പം സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിനെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. 2 സൈഡും ഒരുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡാവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് നമുക്ക് ചെയ്തെടുക്കാം. ഇതാവുന്ന സമയം കൊണ്ട് നമുക്ക് ചട്നി തയ്യാറാക്കാം. അതിനായി ഞാൻ തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, ഉള്ളി, ഉപ്പ് എല്ലാം കൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് അരച്ചെടുക്കാം. ഇതാ ചട്നി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വടയും ഏകദേശം പാകമായി വരുന്നുണ്ട്. 2 സൈഡും നല്ല പാകത്തിന് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇപ്പം നമ്മുടെ വടയും ചട്നിയും കട്ടൻ കാപ്പിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് ശരിക്കുള്ള രസം. നമ്മുടെ ഗാർഡനിൽ ഒരു മണ്ഡപം പോലെ ഒരു സ്ഥലമുണ്ട്. നല്ല വൈകുന്നേര സമയം, നല്ല മഴയും തണുത്ത അന്തരീക്ഷം. നമുക്ക് ആ മണ്ഡപത്തിൽ പോയിരുന്ന് ഞങ്ങളിവിടെ കുറച്ച് പേര് ഉണ്ട്. ഞങ്ങളിവിടെ ചേട്ടാനിമാരെല്ലാം അടുത്തടുത്താണ് താമസിക്കുന്നത്. ഇപ്പം എല്ലാവരും ഇല്ല. എല്ലാവരും ജോലിക്കും ട്യൂഷനും ഒക്കെ പോയിരിക്കുന്ന പിള്ളേരുമൊക്കെ ഉള്ളവരൊക്കെ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇതാ ഇവിടെ ഈ മണ്ഡപത്തിൽ ഇങ്ങനെ ഇരുന്ന് മഴയൊക്കെ ആസ്വദിച്ച് നമ്മൾ ഈ വടയൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊരു വേറെ അനുഭവം തന്നെയാണത്. നമുക്ക് വേറെ എവിടെ പോയി കഴിഞ്ഞാലും പുറത്തൊന്നും പോയിരുന്ന് കഴിച്ചാൽ ഈ ഒരു സുഖം കിട്ടില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.